തൃശ്ശൂരിൽ നിന്ന് റാഫി കരീം കൂടി നമുക്കൊപ്പം ശരിയാണ്. റാഫി, തൃശ്ശൂരിൽ നിന്ന് മറ്റ് റിപ്പോർട്ട് ചെയ്യാനുള്ള എന്ത് വാർത്തയാണുള്ളത്? അതിനിടയിൽ ഷംന റിപ്പോർട്ട് ചെയ്യുന്നു KPC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ വോട്ട് ചെയ്യാൻ പാലക്കാട് ചെത്തല്ലൂർ തെക്കേമുറി വുമൺ വെൽഫെയർ സെന്ററിൽ എത്തിക്കഴിഞ്ഞു. അത് രാവിലെ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഷംന റിപ്പോർട്ട് ചെയ്യുന്നത്. റാഫി കരീം ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. പറയൂ റാഫി. തൃശ്ശൂരിൽ രാവിലത്തെ ഒരു വേഗത അല്പം കുറവായിരുന്നു പോളിംഗിനെങ്കിൽ ഇപ്പോൾ നല്ല ഒരു പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. അത് 16% ആദ്യ 3 മണിക്കൂർ പിന്നിടുമ്പോൾ 16% പോളിംഗ് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അന്തിക്കാടാണ്. ഇവിടെ അല്പസമയം മുൻപാണ് മന്ത്രി K രാജൻ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. കുടുംബത്തോടൊപ്പം അദ്ദേഹം എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയായിരുന്നു. ആ സമയത്ത് മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളോട് പറഞ്ഞത് UDF-നെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു മന്ത്രി നടത്തിയത്. ഒപ്പം തന്നെ LDF-ന് ഉറച്ച വിജയപ്രതീക്ഷയാണ്. ശക്തമായ പോളിംഗ് ഉണ്ടാകും. ആ പോളിംഗ് അത് LDF-ന് അനുകൂലമായി മാറും എന്നുള്ളതായിരുന്നു മന്ത്രി K രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒപ്പം തന്നെ VS സുനിൽകുമാറും വോട്ട് രേഖപ്പെടുത്തി അല്പസമയം മുൻപ് മടങ്ങിയിട്ടുണ്ട്. ഇനി ഈ അന്തിക്കാട് മേഖലയിൽ പ്രധാനപ്പെട്ട ആളുകൾ വോട്ട് രേഖപ്പെടുത്താനുള്ളത് ഒന്ന് ഇരിങ്ങാലക്കുടയിൽ ടൊവിനോ തോമസ് ആണ്. പിന്നെ അന്തിക്കാട് തന്നെ സത്യൻ അന്തിക്കാട് വോട്ട് രേഖപ്പെടുത്താനുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ മേഖലയിൽ ഇനി പ്രമുഖർ വോട്ട് രേഖപ്പെടുത്താനുണ്ട്. ഒപ്പം തന്നെ രാവിലെ മുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ അന്തിക്കാട് പോളിംഗ് ബൂത്തിൽ ശക്തമായ തിരക്ക്, ഒരു നീണ്ട ക്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും. മന്ത്രി K രാജൻ അടക്കമുള്ളവർ ഏകദേശം ഒരു 20 മിനിറ്റോളം ക്യൂവിൽ നിന്ന ശേഷമാണ് വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ തൃശ്ശൂരിൽ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിലെ മറ്റേത് കോർപ്പറേഷനുകൾ എടുത്താലും അതിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നൊരിടമാണ് തൃശ്ശൂർ. അത് 3 മുന്നണികളും ശക്തമായ മത്സരം വാശിയേറിയ പോരാട്ടം നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ഉയരുന്നത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയും ആശ്വാസവുമാണ്. നിലവിൽ 16% ആദ്യ 3 മണിക്കൂറിൽ പോളിംഗ് എത്തുമ്പോൾ അത് തൃശ്ശൂരിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ പോളിംഗ് കൂടി രേഖപ്പെടുത്തിയാൽ അത് റെക്കോർഡ് പോളിംഗ് ആയിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോളിംഗിൽ നമ്മൾ പോളിംഗിനെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇരിങ്ങാലക്കുടയിലാണ് ഏറ്റവും ശക്തമായ പോളിംഗ് ഉള്ളത്. 16.68% ആദ്യ 3 മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.